അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ സൈക്കിൾ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം പ്രതാപ്പൂർ UP. ഉത്തർപ്രദേശിൽ പ്രതാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. എന്തായാലും ഇന്നലെ ഒരു നിമിഷം കൊണ്ട് കിട്ടിയ, ഇന്നലെയല്ല മിനിയാന്നൊരു ദിവസം കൊണ്ട് കിട്ടിയ ഒരു മക്ബൂൽ ബൈനെ കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫുൾ ഗ്രാമം നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പം ഇന്നലെ പറഞ്ഞ മാതിരി ഞാൻ റൈഡൊന്നും ചെയ്തിട്ടില്ല, വീഡിയോയും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ഫാമിലിൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് എൻജോയ് ചെയ്ത് ഒരു റെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും അടിപൊളി, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാനും സമയമായിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ മക്ബൂൽ ഭായിൻ്റെ കൂടെ തിരിച്ചു പോകുന്നത്. അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ മക്ബൂൽ ഭായിൻ്റെ വീട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ഗ്രാമം, പ്രതാപ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമം ഇതാണ്. ഇങ്ങോട്ടാണ് അവർ ഇന്നലെ മിനിയാന്ന് കൂട്ടിക്കൊണ്ടുവന്ന 6 കിലോമീറ്റർ വന്നിട്ട് അതിൽ ബയ്യൻ്റെ വീടാണ് ഇത്. അപ്പം ഇവിടാണ് ബയ്യൻ്റെ വീടും ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ പറഞ്ഞതാണ് ഞാനിതീ ഒരു ഇൻട്രോ പിടിച്ചിട്ട് വരാമെന്ന്. ഹലോ ഹായ്. അതാ എല്ലാവരും ഷോപ്പ് ജാനെ के लिए रेडी हो गया, खाना भी रेडी हो गया. അപ്പം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാം. മീൻ കറി ഉണ്ട്, സാഗ് ഉണ്ട്, ദാല്, റൊട്ടി, ചാവൽ. വാവ്, ആകെ മൊത്തം ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്. दूध भी आ रहा है, तो पावरफुल हो गया आज का दिन. जय माता की, जय माता की. यह साइकिलिया बाबू हमारे इतना बढ़िया चलत रहल है, और सब तुर तारी के बाहर रहलस. मेरे डारे कुलियों चहों पिजाला खेते खरियाने. अभी साइकिलिया कहाँ से आ गए बाबू? हे भगवान, आगे थोड़ा करेंगे. तो ठीक है मकबूल भैया जा रहे हैं, फिर मिलेंगे. बहुत शुक्रिया, आपने मिलने के मैं भी बहुत खुश हो गया. हाँ ठीक है, अगले बार मिलेंगे. ठीक है. और चाचा, हाँ अस्सलाम वालेकुम, अगले बार मिलेंगे. हाँ कहाँ मिलोगे? पता नहीं, आप केरला आ जाए उधर मिलेगा, और मैं इधर जाऊंगा तो इधर ही मिलेगा. ठीक है, तो थैंक यू. हाँ फिर मिलेंगे. अगला बार सीधा डायरेक्ट उधर आ जाओगे, इधर नहीं उधर घर. हाँ बहुत ഓക്കെ ബൈ. അപ്പോൾ മക്ബൂൽ ഭായി എന്തൊരു മനുഷ്യരാന്ന് നോക്കിയേ. അപ്പോൾ വല്ലാത്ത ഇന്നലെ നമ്മളെ മിനിയാന്ന് കൂട്ടിക്കൊണ്ടില്ല, ആ സമയം മുതൽ കേട്ടോ ആൾ പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇവിടെ വീടുണ്ടാകുമ്പോൾ നീ എന്തിനാ ഇവിടെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യം എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് എന്നെ കൂട്ടിക്കൊണ്ടായത്. ഇപ്പം ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞ് ചായ കുടിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു, കാരണം നമ്മൾ അത്രയും ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് വരല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞടാ ഇനിയിപ്പം എന്ത് കാണാനാണ്. ഞാൻ പറഞ്ഞാൽ വരി നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞൊരു ചിയേഴ്സും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഒരു വഴിയിൽ നിന്ന് കണ്ടുമുട്ടുന്ന ഒരു ബന്ധങ്ങൾ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം നിൽക്കുക, എന്നിട്ട് വീണ്ടും വിട പറയുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രകൾ.
ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കൂടിയതാണ്. ഞാൻ നോക്കാം ബാക്കിൽ എന്താ ശബ്ദം കേൾക്കണത്. അപ്പം നമ്മളിവിടെ നിർത്തി നോക്കിക്കേ ബാഗി ബാറുകൾ. ഹാ അതെ, നമ്മളതാ നമ്മുടെ ലുക്ക് മാറ്റാൻ പോവാണ്. നമ്മൾ നേപ്പാളത്തെ ലുക്കിന് ഇപ്പം മാറാൻ പോവാണ്. നമ്മൾ ബാക്ക് ടു ഇന്ത്യ. അപ്പം ഇന്ത്യൻ ലുക്കിലേക്ക് പോകാൻ പോവാണ്. അപ്പം ഗെറ്റപ്പ് ചേഞ്ചിന് സമയമായി. അപ്പോൾ ഇതാ ഇവിടെ ഒരു ലോക്കൽ ബാർബർ ഷോപ്പിൽ നിർത്തിയതാണ്. അപ്പം ഷേവ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ ദിങ്ങനുണ്ട് എങ്ങനെയുണ്ട്? ഇവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടതാണ്. സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, നമ്മളിപ്പോ മീറ്റിംഗ് കൂടെ ഒഴിവാക്കാൻ പോകണം. ഇതെങ്ങനെയുണ്ട്? अभी तो मैंने देखने के लिए कैसा है? अच्छा है क्या? എന്റെ മീശ മടിച്ചിട്ടുണ്ട്. और मूछ अच्छा है बिना मूछ अच्छा है? अच्छा है. नहीं कौन सा अच्छा है? बिना मूछ और मूछ अच्छा? कौन सा वाला? बिना मूछ अच्छा है क्या? अच्छा, आपको कैसा अच्छा लग रहा है, मूछ और बिना मूछ? ठीक है दोनों. नहीं बोलिए മൂച്ച് വാല ജ്യാദാ അച്ഛാ ലഗേ तो മൂച്ച് ആ जाऊंगा. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ? ഒരു ഡീപ് ബ്രീത്ത് എടുത്തോളൂ. 1 2 3 കം ഓൺ. ഓ ആകെ മൊത്തം എന്തോ മുഖത്തൊന്നും പോയ മാതിരി, എന്തൊരു ലൈറ്റ് ആയ പോലെ. അപ്പം ഇതാണ് നമ്മുടെ ന്യൂ ലുക്ക്. ഇനിയിപ്പം ഇന്ത്യത്തെ ലുക്ക് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്? ഓ എല്ലാവരും ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കി. എനിക്കും ആദ്യം മീശ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മടിയുള്ള കാര്യം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം എന്തായാലും ഞാനും ഇവിടെ മാറിയിട്ടുണ്ട് നമ്മുടെ ലുക്കൊക്കെ. ഓ തലക്കൊരു കുറച്ചൊരു കിലോ കനം കുറഞ്ഞ മാതിരി അത്രയും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പം ബൈനോട് യാത്ര പറഞ്ഞ് ഗോരഖ്പൂരിലേക്ക് വിടാം. അപ്പം ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മളെ കിലോമീറ്റർ കൗണ്ട്. ഇതാ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഗോരഖ്പൂർ 21 കിലോമീറ്ററും ഫൈസാബാദ് 150 കിലോമീറ്ററും കാണുന്നില്ല. ആദ്യം നമുക്ക് നേരെ പോകാനുള്ളത് ഗോരഖ്പൂരിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല ഗസ്സുണ്ട് എത്ര റുപ്യ ആയിട്ടുണ്ടാവും ഈ ഷേവ് ചെയ്യാനെന്ന്. ഞാൻ പൈസ ചോദിച്ചപ്പം ആകെ ആയത് 20 രൂപ അടത്ര. ഞാൻ തന്നെ ഞെട്ടിപ്പോൾ ഇതെന്താ ഇത്ര കുറവെന്ന്. കാരണം ഒടുക്കത്തെ ലക്ഷറി മാതിരി ഷേവിങ് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു ക്രീം, എന്തോ ക്ലീൻ ചെയ്യാനുള്ള ക്രീമും പിന്നെന്തോ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ചെങ്ങായിൻ്റെ വിട്ടത്. ഇത്രയും ചീപ്പാണോ ഇവിടെ UP? അപ്പോൾ എന്തായാലും അടിപൊളി, നല്ല ഫ്രഷായെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് കാലമായി ഇതൊന്ന് കളയാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പം ന്യൂ ലുക്ക് ന്യൂ പ്ലേസ്, അത്രേ ഉള്ളൂ. തണുപ്പ് കൂടിക്കണം ഇപ്പോൾ ഇതങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ. താങ്ക് യു. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ സമൂസ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാട്ടോ. ഞാൻ വന്നതൊന്നല്ല, നോക്കി. അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. UP ഇത്രയും ചീപ്പായിക്കൊണ്ട് നിൽക്കുകയാണ്. ചീപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂസക്ക് ഇപ്പോൾ എത്രയാണെന്നറിയോ? ആകെ 5 രൂപയാണ് ഒന്നിന് വരുന്നത്. ഓ നല്ല തണുപ്പത് എന്നെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. ആരായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വന്നു. കാരണം വേണ്ടിയില്ല, ഇവിടെ തന്നെ മുന്നിൽ ഇത്ര പേര് നിൽക്കുന്നുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വരികയാണ്, എന്തോ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ സമൂസ തിന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.
ഗോരഖ്പൂർ സിറ്റിയിലാണ്. കാരണം അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോരഖ്നാഥ് ടെമ്പിളിലേക്കാണ് പോണത്. ഇവിടുത്തെ മെയിൻ ക്ഷേത്രമാണ്. അപ്പം അത് കാണാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഹൈവേ വിട്ടിട്ട് നേരെ സിറ്റിയിലേക്ക് വന്നതാണ്. എന്നാൽ നമുക്ക് ഗോരഖ്നാഥ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയാലോ? നോക്കിയേ ഇവിടെയുള്ള തിരക്ക്. ആളുകൾ മൊത്തം ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ഒന്നും സൈക്കിൾ വെക്കാൻ പറ്റില്ലല്ലോ. മറ്റേ എന്താ പറയുക, പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൈക്കിൾ പിന്നെ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെ കൊണ്ടിട്ട് വെക്കുക? അവസാനത്തെ സൈക്കിൾ വെക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ആൾക്കാർക്ക് കൊടുക്കത്ത അഹങ്കാരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ സ്ഥലം തന്നിട്ടുണ്ട് ഈ സാർമാർ. ടീക്കേ സാർ, താങ്ക് യു. അപ്പം ഗോരഖ്നാഥ് മന്ദിറിൻ്റെ നിഗാസ് ദ്വാറാണ് ഇത്. നിഗാസ് ദ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് ഗേറ്റ്, ഒരു എക്സിറ്റ് ഡോർ. അപ്പം നമുക്കിവിടെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കണ്ടില്ലേ, ഇവിടെ ഗെയിംസും കാര്യങ്ങളും സ്ട്രീറ്റ് ഫുഡും എല്ലാം ആയിട്ട് ഇവിടെ നിറഞ്ഞു കിടക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു തിരക്ക് കാണിച്ചു തരട്ടെ. ഈ അടുത്തൊന്നും ഞാൻ ഇത്രയൊന്നും തിരക്ക് കണ്ടിട്ടില്ല. നോക്കിയേ, അയ്യോ അത് എത്ര ആളുകളാണ്. ആകെ മൊത്തം ലൈറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ കളറായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇത്ര നല്ലൊരു ടൂറിസം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനും കൂടി സ്ഥലമില്ലാത്ത രീതിയിലാണ്. നോക്കിയേ, കണ്ടില്ല, നമുക്ക് കഴിക്കാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ട്. इसका नाम क्या बोलेगा दादा?
കാജ. ഓഹോ അച്ഛാ, കാജ എന്നാണ് അത്ര ഇതിന്റെ പേര്. आप क्या बोला? काजला काजिला क्या കജില. ഓക്കെ, അപ്പം കജിലാണത്ര. ഇത് ഡബിൾ ലെയറാണ്, ഇത് സിംഗിൾ ലെയറാണ്. ഇതിനൊരു പാട്ടിന് 100, ഇതിന് 120 വരുന്നത്. നമുക്ക് എന്തായാലും ഇത്രയും തിന്നാൻ പറ്റില്ല. കഷ്ണം കഴിച്ച് നോക്കാം, പകുതി എടുത്ത് നോക്കാം. അപ്പം ആളങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ട് തരുന്നുണ്ട്. हाँ जी, ठीक है, धन्यवाद. किधर रख सकते? ഓഹോ, അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് കാജില കഴിക്കാം. കാജില. ഞാൻ എന്തായാലും വെറുതെ ഒന്നല്ല അത് വാങ്ങിയത്. അവിടുന്ന് കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇത്രയൊക്കെ വാങ്ങിയത്. ഇത് ഹാഫേ കിട്ടുള്ളൂ. ഓ മാൻ്റെ നാവൊന്നും വെള്ളമെങ്കിലും ഒലിക്കുക. ये क्या है दादा? नहीं अंदर കോവ. हाँ നമ്മുടെ കോവാണ് നിറച്ചിട്ടുള്ളത് പാലിൻ്റെ. അപ്പോൾ നമ്മൾ കജില കഴിച്ചു കഴിഞ്ഞിട്ടു. അടിപൊളി നല്ല കിണ്ണം കാച്ചിയ സാധനം. ഞാൻ കഴിക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാവരും വാങ്ങുന്നതും എല്ലാവരും വിൽക്കുന്നതും ഈ സാധനമാണ്, കജില എന്ന് പറഞ്ഞ സാധനം. ഓ എന്ത് ഭംഗിയാണ്, കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളിയാണ്. എന്ത് ടേസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ കഷ്ണം ഒരു ടേസ്റ്റ് വാങ്ങി നോക്കി, എന്നിട്ടാണ് ഞാനത് ഹാഫ് വാങ്ങിയത്. കാരണം അത്രയും കിടലിനായതിനെ കൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞെങ്കിൽ എന്തായാലും ഫുള്ള് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഹാഫ് എടുത്ത് തന്ന്. വാവ്. കാരണം അവരിങ്ങനെ പൂരി ഉണ്ടാക്കും, ആദ്യം ഇരുന്നിട്ട് ഇങ്ങനെ പൂരി ഉണ്ടാക്കും, എന്നിട്ട് അതൊന്ന് തണുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ഇത് ഒരു സിറപ്പിൽ മുക്കിയിട്ട്, ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട്, പിന്നെ അവർ ആ കോവ എന്ന് പറഞ്ഞ നമ്മുടെ പേട അതിൻ്റെ മുകളിൽ വെക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാട്ടോ. പിന്നെ ഇവിടെ കണ്ടില്ലേ, അമ്പലത്തിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം. അവർക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് നേർച്ചയായിട്ട് കൊടുക്കാൻ. പിന്നെ ഇതേമാതിരി മാലകളുണ്ട്. അപ്പം നേരത്തൊക്കെ സമയത്ത് ഇവരിങ്ങനെ വിളിച്ച് വരുത്തിയ ആളുകളെ ഇങ്ങനെ വിളിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതാ ഉണ്ടോ. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സിൻ്റെ ഒരു കൊട്ടാണെന്ന് വേണമെങ്കിൽ പറയാം, അത്രയുണ്ട്. ഞാൻ ആകെ മറ്റേ ഷുഗർ ഹൈയിലാണ് ഇപ്പം, മറ്റേ ഇത് കഴിച്ചിട്ട്, കജില കഴിച്ചിട്ട്. അപ്പം എനിക്കെന്തായാലും വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് കണ്ടില്ല, അങ്ങനെ സ്റ്റാള് നിരന്ന് കിടക്കാണ്. ഈ കിतना के लिए दादा? एक हाँ केजी 160 रुपए का. नहीं अभी खाने के लिए पूछ रहा है. एक पीस 7 रुपए का. 7 एक दीजिए. താങ്ക് യു. ഇനിയിപ്പം ഇതിൻ്റെ മുന്നിൽ എത്തിയിട്ട് ഇത് കഴിച്ചിട്ടില്ല എന്ന് വേണ്ട. 7 ഉറുപ്പ്യാണ് ഒന്നിന്. പൊടിഞ്ഞു പോകണം. 7 ഉറുപ്പ്യക്കൊന്നും വേറെ ഓടുന്നത് ഇവിടെ കിട്ടുട്ടോ. നമ്മളവിടെ ഒന്നും എന്തായാലും കിട്ടൂല. എനിക്ക് ഷുഗർ വരട്ടെ. അപ്പം നമ്മളിതാ ഗോരഖ്നാഥ് ക്ഷേത്രം കഴിഞ്ഞതാ. അവിടെ കണ്ടോ ലൈറ്റ് കത്തുന്നത്, അതാണ് ഗോരഖ്നാഥ് ക്ഷേത്രം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ടൗണിലെത്തിയിട്ടുണ്ട്. സമയം എത്രയാണെന്ന് എനിക്ക് നോക്കണം കേട്ടോ. വെയിറ്റ് നോക്കട്ടെ. നിങ്ങളോട് എന്തായാലും പറഞ്ഞു പോയില്ലേ, 5:15. അപ്പം നമുക്ക് എന്തായാലും നേരെ മുന്നോട്ട് പോവാം. എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള പരിപാടി നോക്കണം. കണ്ടില്ലേ, ഇരുടായിട്ടുണ്ട് ഏകദേശം ഇവിടെ ഈ ഒരു സമയം ആവുമ്പോൾ തന്നെ. അപ്പം സിറ്റിയിൽ നമുക്ക് പുറത്ത് കിടക്കണം. ഇതാണ് ദുർഗാബടി എന്ന് പറഞ്ഞ
സ്ഥലം. അപ്പോൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴത്ത് കൂടെ ഞാൻ അങ്ങനെ പോവാണ്. അപ്പം ഇതൊന്നും എക്സിറ്റ് ആവാൻ നോക്കുകയാണ്. പക്ഷേ നമ്മൾ ഏതോ ഒരു ഗല്ലിൻ്റെ ഉള്ളിൽ കൂടാണ് ഇപ്പം പോയിക്കൊണ്ട് നിൽക്കുന്നത്. രാത്രിയായി, ഇരുടായി, ആളുകളുള്ളൊരു വഴിയാണ് കേട്ടോ അത്. വയ്യങ്ങാണ്ട് തെറ്റിച്ച തലയ്ക്കാൻ കുത്തും ഞാൻ. ആ अर्जुन आप पानी पी लेना मेरी तरफ से ये गिफ्ट. नहीं नहीं ठीक है, दिक्कत नहीं. अयो नोइए. ओके थैंक यू. आपका नाम क्या है? ഓ ഇമ്രാൻ സ്റ്റോർ, ജനറൽ സ്റ്റോർ. ഓ അപ്പം ഇമ്രാൻ ജനറൽ സ്റ്റോർ, ഇമ്രാൻ ഭയ്യൻ്റെ വക നമുക്ക് നല്ലൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ ആളുകളൊക്കെ വല്ലാണ്ട് കൂട്ട അതിശയിപ്പിക്കട്ടോ, വേണ്ടാന്ന് പറഞ്ഞിട്ടോ കേൾക്കത്തില്ല. तो आपका नाम बोलिए. धर्मेंद्र कुमार गोरखपुर. अच्छा और आप? ज्योति वैस गोरखपुर. हाँ हर्षित कश्यप आया हुआ यूट्यूब चैनल मोटो वंडर. ഓ മോട്ടോ വണ്ടർ. ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു ചാനലും കൂടി എല്ലാവരും പോയി നോക്കുക. അപ്പം എന്തായാലും ആ ബയ്യനെ കണ്ട്, ബയ്യാണ് ഇവിടെ ഈ സ്ഥലം പറഞ്ഞത്. കാരണം ഇത് ഇവരുടെ വീടാണ്. तो आप शादी के लिए अभी चल रहे हैं ना? हाँ अभी मैं निकल रहा हूँ. ഓ അച്ഛാ വോയി ടൈം പേ मैंने देखा ये ഡെസ്റ്റിനി. നോക്കിയാൽ നമ്മളിങ്ങനെ സ്ഥലം കഷ്ടപ്പെട്ട് തരണോണ്ട് കാണാം. അപ്പം ആള് നമ്മളെ അടുത്തേക്ക് വന്ന് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ മാറിയിട്ടുണ്ടെങ്കിൽ ഇവർ പോയിട്ടുണ്ടായിരുന്നു. तो ठीक है भैया, थैंक यू. और आके मिलेंगे. ठीक है ഓക്കെ. അപ്പം മകൻ പോകുന്നില്ല, മകൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ cheers cheers cheers. Come on. അപ്പം ഗോരഖ്പൂരത്തെ രാത്രി അവസാനിക്കാനായിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. എന്തുകൊണ്ടും അടിപൊളി അനുഭവം. ഞാനിത് എത്തിയ റൂം കണ്ടില്ലേ, എമ്മാതിരി ലക്ഷറിയാണ്. അപ്പം നമ്മൾ അങ്കിളിനെ കണ്ടത് എന്തായാലും ഇവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി. നമുക്ക് കണ്ടില്ലേ, ഇതെന്താന്ന് നോക്കിയേ, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ബാബിജി പാക്ക് ചെയ്ത് തന്നതാണ്. ഇന്ന് രാവിലെ ചൂടാക്കിയത്. അപ്പം എന്നോട് പറഞ്ഞു ഇത് വൈകുന്നു കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാ നല്ല മിൽക്ക് ഉണ്ട്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, നല്ല തണുപ്പാണ് പുറത്ത്. ഞാൻ ഗോരഖ്നാഥ് ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇത് കുടിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ കണ്ടില്ല, ലേറ്റ് ആയത്. ആ സമയത്ത് മിസ്സായി പോയതാണ്. ആഹാ നല്ല ഫ്രഷ് മിൽക്കാണ്. അവരവിടെ നിന്ന് നേരെ കറന്നിട്ട് എന്താക്കി ചൂടാക്കി തിളപ്പിച്ച് തന്നതാണ്. അപ്പം ഞാനെന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കിടന്നുറങ്ങണം. നല്ല എനർജിക്കായിട്ട് രാവിലെ എണീച്ച് റൈഡ് ചെയ്യാറുള്ളതാണ്. ബനാറസ് വാരാണസി ഇവിടുന്ന് ഒരു 230 കിലോമീറ്റർ എന്തോ ഉള്ളൂ. നാളെ കാണാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ് ബൈ.